മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. വൻപൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയായിട്ടാണ് ഒരുങ്ങുന്നത്. മാർച്ച് 27-നാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിന് മുന്നോടിയായി പൃഥ്വിരാജിന്റെ ടമാർ പടാർ എന്ന സിനിമയിലെ ഒരു സീനാണ് വീണ്ടും ട്രെൻഡിങ് ആവുന്നത്. ചിത്രത്തിലെ പൃഥ്വി അവതരിപ്പിച്ച പൗരൻ എന്ന പോലീസ് കഥാപാത്രം തന്റെ മേലുദ്യോഗസ്ഥനോട് ഖുറേഷിയെക്കുറിച്ച് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ടോപ്പ് 10 ടെൻഡന്റുകളിൽ ഒരാളാണ് ഖുറേഷി. ഇയാളെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും നമുക്കില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. സീൻ വൈറലായതോടെ പൃഥ്വിരാജ് ഇലുമിനാറ്റി തന്നെയാണെന്ന് പലരും രസകരമായി കമന്റ് ചെയ്യുന്നു. 12 വർഷം മുമ്പ് പൃഥ്വിരാജ് ഇത് പ്രെഡിക്റ്റ് ചെയ്തുവെന്നും കമന്റുകൾ വരുന്നുണ്ട്. 2019 ലൂസിഫർ റിലീസായ സമയത്തും ഇതേ സീൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമയിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തുവന്നിരുന്നു. ഖുറേഷി ബ്രാൻഡ് ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതാണ് കുറച്ചാണ് ഈ സിനിമ. ഖുറേഷി എമ്പുരാന്റെ അഥവാ സ്റ്റീഫൻ നെടുമുള്ള കഥ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലൊക്കെ ലീഡ് കൂടി കാണാൻ സാധിക്കും എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത്. ആദ്യ ഭാഗത്തെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത്, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, അഫീം സിംഗ്, ജെറോം ഫ്രിൻ എന്നീ തുടങ്ങിയ പുതിയ താരങ്ങൾ ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം.